പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. അമ്മേ മാതാവേ, കണ്ണീരോടെ ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് അമ്മ കടന്നു വരണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മനസ്സിലാക്കി അമ്മ ഞങ്ങളെ സഹായിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളെല്ലാവരും അമ്മയിൽ ആശ്രയിക്കുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ. അമ്മേ മാതാവേ, അമ്മ കൃപാസന അൽത്താരയിൽ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങളെ പാപത്തിൽ നിന്ന് വിടുവിച്ച് ദൈവത്തോട് ചേർക്കുവാനാണല്ലോ. അമ്മേ മാതാവേ, എല്ലാവിധ സങ്കടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ഉടമ്പടി നിയോഗത്തിലേക്ക് അമ്മ കടന്നു വരണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അമ്മ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിതാ ഞങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, കടബാധ്യതയാൽ ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, കടങ്ങൾ തീർക്കുവാനുള്ള വഴികൾ അവർക്ക് തുറന്നു കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നല്ലൊരു ജോലി കൊടുത്ത് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന നിരവധിയായ മക്കൾ ഇന്നീ ലോകത്തുണ്ട്. അമ്മേ മാതാവേ, അവർക്കെല്ലാം സഹായമായി അമ്മ കടന്നു ചെല്ലണമേ. അവരിലേക്കെല്ലാം അമ്മയുടെ അനുഗ്രഹം വർഷിക്കണമേ. അമ്മേ മാതാവേ, വേദനയിലും ദുഃഖത്തിലും കഴിയുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അവരുടെ എല്ലാം ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആ ഓരോ കുടുംബങ്ങളിലും സമാധാനമായി സന്തോഷമായി അമ്മ കടന്നു ചെല്ലണമേ. ഓരോ കുടുംബത്തിലായിരിക്കുന്ന മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ. പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും സന്തോഷത്തോടെയും സമാധാനത്തോടും കൂടി ജീവിപ്പാൻ അമ്മ ഓരോ മക്കളെയും പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അന്യദേശങ്ങളിലേക്ക് പോയിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരോരോരുത്തരും ആയിരിക്കുന്ന മേഖലകളിൽ അമ്മ കാത്തുകൊള്ളണമേ. അവരെ മുദ്രയിട്ട് കൊള്ളണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ നീലമേലങ്കിക്കുള്ളിൽ അവരെ പൊതിഞ്ഞു പിടിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾ ഓരോരുത്തരും മുഖാമുഖം കാണുവോളം അമ്മ അങ്ങയുടെ നീലമേലങ്കിക്കുള്ളിൽ എല്ലാവരെയും പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസ്സും ആരോഗ്യവും കൊടുക്കണമേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന എല്ലാവരെയും അമ്മ കാത്തു പരിപാലിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നല്ലൊരു വിജയം നേടുവാൻ തക്കവിധം അമ്മ അവരെ സഹായിക്കണമേ. ഉയർന്ന വിദ്യാഭ്യാസം നേടുവാൻ തക്കവിധം അമ്മ അവരെ യോഗ്യരാക്കണമേ. പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ ഞങ്ങൾ അമ്മയിലാണല്ലോ ആശ്രയിക്കുന്നത്. അമ്മേ മാതാവേ, ഞങ്ങളെ കൈവിടരുതേ. ഞങ്ങൾക്ക് ആശ്രയമായി കൂടെ നിൽക്കണമേ. ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ഞങ്ങൾ അമ്മയുടെ മുൻപിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ തക്കവിധം ഞങ്ങളെ യോഗ്യരാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഭവനം പണി പൂർത്തീകരിക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഓരോ മക്കൾക്കും അടച്ചുറപ്പുള്ളൊരു ഭവനം ആവശ്യമാണെന്ന് അമ്മ അറിയുന്നല്ലോ. അമ്മേ മാതാവേ, നല്ലൊരു ഭവനം കൊടുത്ത് ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഹോസ്പിറ്റലിലും വീടുകളുമായി കഴിയുന്ന രോഗികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, തക്ക സമയത്ത് ഇടപെടണമേ. അങ്ങേ പുത്രൻ ഈ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവിധ രോഗസൗഖ്യശക്തിയും ഓരോ മക്കളിലും ഒഴുക്കണമേ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഇപ്പോഴീ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആ മക്കളുടെ ഓരോ ആവശ്യങ്ങളെയും അമ്മയ്ക്ക് നൽകുന്നു.
ആ മക്കളുടെ ഓരോ വേദനകളും അമ്മയ്ക്ക് നൽകുന്നു. ആ മക്കളുടെ ഓരോ സങ്കടങ്ങളും അമ്മയ്ക്ക് നൽകുന്നു. ഞങ്ങളുടെ എല്ലാം ഹൃദയം കാണുന്ന അമ്മേ, ഞങ്ങളുടെ വിചാരങ്ങളും ഞങ്ങളുടെ പ്രവൃത്തികളും ഞങ്ങളുടെ ചിന്തകളും എല്ലാം അമ്മ അകലെ നിന്നേ മനസ്സിലാക്കുന്നല്ലോ. അമ്മേ മാതാവേ, ഞങ്ങളുടെ മേൽ അലിവായിരുന്നു കൊണ്ട് എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ കാത്തുകൊള്ളണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.